ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഒഴിച്ച് കറി ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു മുരിങ്ങക്കോലാണ്, മുരിങ്ങയ്ക്കയും ഒരു തക്കാളി, പിന്നെ ഒരു സവാളയാണ് കേട്ടോ. ഈ ഒരു അളവിന് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 അല്ലി വെളുത്തുള്ളി കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. വേവിക്കാനായിട്ട് കുറച്ച് വെള്ളത്തിൽ വെച്ചാൽ മതി കേട്ടോ. വേഗം തന്നെ ഇതൊക്കെ വെന്ത് കിട്ടിക്കോളും. നമ്മുടെ ഈ ഇത്രയും വെജിറ്റബിൾസ് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. വളരെ എളുപ്പമാണ്. ഇത് നമുക്ക് തക്കാളിയും ഉള്ളിയും മാത്രം വെച്ച് ഈ കറി ഉണ്ടാക്കാം. അപ്പം മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. അപ്പം മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ വേണ്ട തിളച്ച് ഇപ്പം തന്നെ ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നല്ലതായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സമയത്ത് ഒരല്പം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പിഞ്ചായിട്ടുള്ള ഇളമായിട്ടുള്ള മുരിങ്ങയ്ക്കയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ മുരിങ്ങയ്ക്കയൊക്കെ ഇവിടെ സീസണായി വരുന്നതേ ഉള്ളൂ കേട്ടോ. മുരിങ്ങയ്ക്കയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ ഇവിടെയൊക്കെ. അപ്പോൾ ഇതേ നന്നായിട്ട് വെന്തുടഞ്ഞ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 2 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് ഇടാനായിട്ട് കുറച്ച് അരപ്പ് തയ്യാറാക്കാനുണ്ട്. കുറച്ച് തേങ്ങ ആവശ്യമാണ് കേട്ടോ. നമുക്കതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ചിരകിയെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ടാക്കണേ. അപ്പോൾ അതേ ഒരു 1/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരല്പം ജീരകം, കുറച്ച് മാത്രം എരിവിനാവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടി. മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്ത് നമുക്ക് കണ്ടില്ലേ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വേവിച്ച് വെച്ചേക്കണം നമ്മുടെ തക്കാളി, ഉള്ളി, മുരിങ്ങയ്ക്ക അതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്കിതിനെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കലക്കി ഒഴിച്ച് കൊടുക്കാം. നമുക്ക് എത്രയാണ് നമുക്ക് കറി ആവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തീരെ അങ്ങ് വെള്ളം കൂട്ടി പോകാൻ പാടില്ല. നമ്മുടെ തേങ്ങയും നമ്മുടെ ഈ മുരിങ്ങയ്ക്ക ഇതൊക്കെ ഇട്ടേക്കണതിൻ്റെ അളവിനനുസരിച്ചുള്ള വെള്ളം വെച്ചാൽ മതി കേട്ടോ. കൂടുതൽ വെള്ളമായിപ്പോയി കഴിഞ്ഞാൽ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇത് ഈ ഒരു കുറുകിയ പരുവത്തിന് ഇരിക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റും കൊഴുപ്പൊക്കെ കിട്ടുന്നത് കേട്ടോ. വളരെ എളുപ്പമാണ്, അതുപോലെ ടേസ്റ്റും നല്ല സൂപ്പറാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാകും. കുഞ്ഞു പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമാകും കേട്ടോ. വളരെ സിമ്പിളാണ് ഈ കറി ഉണ്ടാക്കാൻ. ടേസ്റ്റും നല്ല സൂപ്പറാണ് കേട്ടോ. നമുക്കിതിനടുത്ത് കടുക് വറുത്തൊഴിക്കണം. അതിന് വേണ്ടിയിട്ടൊരു കുഞ്ഞ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുകിട്ടു. കടുകെല്ലാം പൊട്ടി വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ കറി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് പോകാൻ വിടരുത് കേട്ടോ. ഒന്ന് കലക്കി വെച്ച് കൊടുക്കാം. ചൂടാക്കി എടുത്താൽ മതിയാവും കേട്ടോ തേങ്ങ ഇട്ടതിന് ശേഷം. പിന്നെ കുറച്ച് ഉള്ളി കേട്ടോ. ചെറിയ ഉള്ളി നമ്മൾ ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞത് അല്പം ഇങ്ങനെ ചേർത്ത് കൊടുത്തു. ഒന്ന് മിക്സ് ചെയ്തു. കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കട്ടെ. എൻ്റെ അടുത്ത് കറിവേപ്പില ഇലയായിരുന്നു. വീട്ടിലുള്ളതാണെങ്കിൽ ഇപ്പം വെയിൽ സമയമായപ്പോൾ അതിൻ്റെ ഇലയൊക്കെ പൊഴിഞ്ഞ് ആയി കേട്ടോ. അതുകൊണ്ട് എനിക്കിവിടെ വേപ്പില ഇല്ലായിരുന്നു. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് നമുക്കിത് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറി. വളരെ എളുപ്പമാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കി അടിപൊളിയായിട്ട് ചോറ് തിന്നാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കൊക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുന്നവർ, ഈ കമൻറ്റ് ചെയ്യുന്നവർ പോലും ലൈക്ക് ചെയ്യുന്നില്ല. അതാണ് കേട്ടോ സങ്കടമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സീനില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, ടേസ്റ്റിയാണ്, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടക്കാച്ചി സൂപ്പർപ്പ് വീഡിയോ ആയിട്ട് അടുത്ത് വീണ്ടും നമുക്ക് വരാം. അതുവരേക്കും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടു തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് സഹകരണമൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.